ഹലോ ഹായ് നമസ്കാരം. നാസ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാസ് ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ്. അതെ, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇത് പണ്ടാതിൽ കുറെ നേരമായി നോക്കുന്നു, നടക്കുന്നില്ല. ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാണ്. ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. ഒരു LKG പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും, ഡിഗ്രി പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും, ജോലിക്ക് പോകുന്നവരാണെങ്കിൽ പോലും, എത്ര വയസ്സായ ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. ചെറിയ കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ കാത്തു സൂക്ഷിക്കുന്ന ഒന്നാണ് ഫ്രണ്ട്ഷിപ്പ്. എന്റെ കാലഘട്ടത്തിൽ ഞാനിപ്പോൾ ജീവിക്കുന്നത് നമ്മുടെ ഈ ഒരു എന്റെ 22, ഞാനിപ്പോൾ 22 വയസ്സായി. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. അതെ, ആ ഫ്രണ്ട്സിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഒന്നുമില്ല. കുറച്ച് എണ്ണാവുന്ന ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ലൈഫിൽ നമ്മളിലേക്ക് ഓരോ കാലഘട്ടത്തിലും കടന്നു വരുന്നവരാണ് പുതിയ പുതിയ കൂട്ടുകാർ. ചിലവർ നമ്മുടെ ആദ്യം തൊട്ട് അവസാനം വരെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. എന്ത് രീതിയിലാണെങ്കിലും, നമുക്ക് ഹാപ്പിനെസ് ആണെങ്കിലും നമ്മുടെ സാഡ്നെസ് ആണെങ്കിലും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ചിലവര് വഴിക്ക് വെച്ച് മാറിപ്പോവാം. അതാണ് നമ്മൾ സ്കൂളിൽ നിന്ന് മാറിപ്പോകുന്നവർ. എനിക്ക് 10ാം ക്ലാസ് വരെ പഠിച്ച ഫ്രണ്ട്സ് ഉണ്ട്. +2 നമുക്ക് കിട്ടിയ ഫ്രണ്ട്സ് ഉണ്ട്. കോളേജിൽ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഫ്രണ്ട്സ് ഉണ്ട്. ഇതിലെല്ലാം ഉപരി നമ്മുടെ കൂടെ പണ്ട് മുതലേ പഠിച്ച ഫ്രണ്ട്സ്, LKG തൊട്ട് ഇന്ന് വരെ ഇന്നും നമ്മൾ കാണുന്ന നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്. അവരാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കുന്നവര്. ഞാൻ 4 വരെ പഠിച്ചത് ഒരു സ്കൂളിലാണ്, ആവില പ്രൈമറി സ്കൂൾ എന്ന് പറഞ്ഞിട്ട് മാഹിലുള്ള ഒരു സ്കൂളാണ്. അപ്പൊ അവിടെ ഒരുപാട് ഫ്രണ്ട്സ്, ആ കാലഘട്ടത്തിൽ 4th സ്റ്റാൻഡേർഡ് വരെ ഉള്ള ഒരു സ്കൂള്, അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഞാനൊരു വേറെ സ്കൂളിൽ പോയി 5th സ്റ്റാൻഡേർഡ് തൊട്ട് ഒരു സ്കൂളിലേക്ക് മാറി. അവിടെയും ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. പേരെടുത്ത് പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഫസീന്, ഷമല്, ഷാദ്, അങ്ങനെ ഉള്ളവരാണ് എനിക്ക്. സിദാന്, അങ്ങനെയുള്ള ഫ്രണ്ട്സാണ്. അശ്വന്ത്, അവരൊക്കെയാണ് നമ്മുടെ 5th തൊട്ടിട്ട് അങ്ങോട്ട് ഇപ്പൊ +2 വരെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ അതിന്റെ ഇടയിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. 10ാം ക്ലാസ് വരെയുള്ള ഫ്രണ്ട്സ് കുറെ പേരെല്ലാം മാറിപ്പോയി. അങ്ങനെ +1 +2 സെയിം സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. അപ്പൊ അങ്ങനെ അവിടെ വന്ന പുതിയ കൂട്ടുകാരാണ് കെൻസ്, ഷെബി. ഗേൾ ഫ്രണ്ട്സും ഉണ്ട്, ഗേൾ ഫ്രണ്ട്സ് ഇല്ല എന്നല്ല, ഗേൾ ഫ്രണ്ട്സും ഉണ്ട്. അഷിത, അഭിരാമി, ആരതി, പൂജ, ഒരുപാട് പേര് പറയാത്ത ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെയാണ് ഇപ്പോഴും കോണ്ടാക്ട് ഉള്ള +2 വരെ പഠിച്ച ഫ്രണ്ട്സ്. പിന്നെ അവിടുന്ന് ഞാൻ കോളേജിലേക്ക് പോയി. കോളേജിലേക്ക് പോയ സമയത്ത് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോയത്. ഒരു 1.5 മാസം ലേറ്റ് ആയിട്ടാണ് ഞാൻ കോളേജിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് എല്ലാവരും സെറ്റായി. ആ കോളേജിൽ അവര് 1.5 മാസമായത് കൊണ്ട് തന്നെ അവരെല്ലാവരും നല്ല കമ്പനിയായി. ഞാനൊരു ഒറ്റപ്പെട്ട പോലെ ഞാൻ ഫ്രണ്ടിൽ വന്നിരുന്നു. പിന്നെ ഞാൻ എവിടെ പോയാലും എല്ലാവരുമായിട്ട് പെട്ടെന്ന് തന്നെ മിങ്കിളാവാൻ നോക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാവരുമായിട്ട് മിങ്കിളായി. അങ്ങനെ അവിടുന്ന് ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴാണ് ഞാൻ എല്ലാവരുമായിട്ട് നല്ല കമ്പനിയായി. അപ്പൊ അവിടുന്ന് കിട്ടിയ ഫ്രണ്ട്സാണ് ജിബിൻ, നിർമ്മൽ, അജൽ, അജ്മൽ, അങ്ങനെ ഷിറാസ്, ഷിയാസ്, അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ്, ലാലു, അനസ്, അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. അഫ്സ, ഷമീമ, ശില്പ, നെഹല, റാമി, ആദി, അങ്ങനെ പ്രീഷ്മ, അലിൻ, ഗേൾസ്, സാൻഡ്ര, അങ്ങനെ എല്ലാവരും നല്ല ഫ്രണ്ട്സായി. പിന്നെ ഒരു 1.5 കൊല്ലം
കൊറോണ കൊണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഫുള്ള് ഓൺലൈൻ വഴിയായിരുന്നു. അങ്ങനെ ഫോർത്ത് ഇയറിലെത്തി ട്രിപ്പൊക്കെ പോയി നമ്മൾ അടിച്ചു പൊളിച്ചു. അവിടെ നിന്നുണ്ടായ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളാണ് ഞാൻ, ശില്പ, അഫ്സ. ഞാൻ അഫ്സയെ ചേച്ചി, അഫ്സനെ ചേട്ടാ എന്ന് വിളിക്കും, കുഞ്ഞപ്പൻ, ശില്പ ഞങ്ങളെ ഉണ്ടാലും ചേച്ചി ചേട്ടാ എന്ന് വിളിക്കും. അങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഉണ്ടായി, ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ് വരെ ഫ്രണ്ട്സ് ആയിരുന്നു. അവിടുന്ന് അവർ സ്കൂൾ മാറിപ്പോയി, എന്നാലും ഫ്രണ്ട്ഷിപ്പ് മാറിയില്ല. ഇപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത് ഫസീന്, ഷമുല്, അങ്ങനെ ഒരുപാട് പേരാണ്. ഇപ്പോഴും വിളിച്ചാൽ വരാറുണ്ട്. പിന്നെ കട്ടക്ക് നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ളത് ഇപ്പോഴും. ഇന്നലെ ചില്ലോട്ട് പോയി, ഇപ്പൊ ഒന്ന് ചില്ലോട്ട് ചെയ്യാൻ പോകാൻ വേണ്ടി നിൽക്കാണ്. അങ്ങനെ നിൽക്കുന്ന കുറച്ച് കൂട്ടുകാരാണ് ഷഹാദ്, സിദാൻ, ഷെബി, കെൻസ്, സംഗീത്, അങ്ങനെയുള്ളവര്. അത് +2 നമുക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, +2 ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താ പറയാ, ആ ഒരു ബോണ്ടിങ് അത് ഒരിക്കലും മാറില്ല എന്ന് എനിക്കിപ്പോഴും ഉറപ്പുണ്ട്. കാരണം എന്ത് പ്രശ്നങ്ങളുണ്ടായാലും എന്ത് കാര്യങ്ങളുണ്ടായാലും നമ്മൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കും. അങ്ങനെയാണ് പോകുന്നത്. ഇപ്പോ സിദാന് UK പോവാണ്, അപ്പൊ അതിന്റെ ചെലവുണ്ട്, അത് മേടിച്ചെടുക്കണം. പിന്നെ ഷാദിന്റെ UK പോക്ക്, ഷബി UK പോവാണ്. അങ്ങനെ പലരും UK പോകുന്നു, പലരും അബ്രോഡ് പോകുന്നു. അങ്ങനെ അവരുള്ള ചെലവ് മേടിച്ചെടുക്കാനുണ്ട്. പിന്നെ ആരും എനിക്കൊരു 100 റുപ്യ കൊടുത്ത് തരാനുണ്ട്, അത് ചോദിച്ചു വായിക്കണം. പിന്നെ എൻ്റെ ഒരു എന്തോ പറയാൻ മറന്നില്ല, അത് ഞാൻ എന്നോട് ചോദിച്ചോളാം. അപ്പൊ അത്ര കാര്യങ്ങളാണ്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രഷ്യസ് ആയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു പവറാണ് ഫ്രണ്ട്ഷിപ്പ്. അത് ആരും മുറിച്ച് കളയരുത്. നമ്മള് പലരും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവും. ഫ്രണ്ട്ഷിപ്പ് പല രീതിയിലും മുറിഞ്ഞു പോയാലുണ്ടാവും. അതൊക്കെ മറന്ന് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് അത് ആസ്വദിക്കുക. ഫ്രണ്ട്സ് തമ്മിൽ പ്രശ്നങ്ങളുണ്ടായാൽ അത് പെട്ടെന്ന് തന്നെ മാറും. ഫ്രണ്ട്ഷിപ്പിലേക്ക് അത് കോട്ടം വരാതിരിക്കുക. എല്ലാ ഫ്രണ്ട്സിനും, ഈ ലോകത്തുള്ള എല്ലാ ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കുന്നവരെ വേണ്ടിയിട്ട് ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം ഈ വീഡിയോനെ താഴെ കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിനെ കുറിച്ചിട്ടുള്ള കമന്റുകൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് റിസംബ്ലൻസ് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ പുതിയ വീഡിയോസുമായിട്ട് പുതിയൊരു ദിവസം വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ നാസ് മുഹമ്മദ് സൈനിങ് ഔട്ട് ഫ്രം നാസ് ടോക്സ്.